മമ്മൂട്ടി സാറ് അത് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് വ്യൂ അങ്ങ് കയറി. പ്രസ് കോൺഫറൻസിൽ പറഞ്ഞപ്പോൾ വ്യൂ കയറി. ആവാസവ്യൂഹത്തിന്റെ ഒരു വിജയം അല്ലെങ്കിൽ അത് ആളുകളിലേക്ക് ജനകീയമായി എത്തിയത് കൃഷ്ണന്റെ കരിയറിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പാണ്. You getting a call from like someone like Mammootty. So big. And it's also surprising that, people in power and people in such big positions are also exposed to everything that is made in that industry. Which is other big deal. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ഗൺസ് ആകുമ്പോഴത്തേക്കും what we end up doing is we start ignoring the small fries in such economic portions of that economy. എന്ന് വെച്ചാൽ അവരുടെ ഇപ്പം ഞാനൊരു സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു 200 crore ബഡ്ജറ്റ് ചിലവാക്കിയ ഒരു സിനിമയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ അവർ നമ്മുടെ വർക്ക് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ്, അതായത് അണ്ടർഗ്രൗണ്ട് കൾച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്, മെയിൻ സ്ട്രീമിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നതല്ലേ, അതൊക്കെ അവർ നോക്കുന്നത് ഭയങ്കര. അപ്പം നമുക്കത് പറഞ്ഞപ്പോഴത്തേക്കും തിങ്സ് ചേഞ്ച് ഫോർ ദ ഫിലിം ബിക്കോസ് പീപ്പിൾ സ്റ്റാർട്ട് വാച്ചിങ് ഇറ്റ് ഇൻ ദി ഇൻഡസ്ട്രി ഇറ്റ് സെൽഫ്. അതൊരു ബിഗ് ഡീലാണ്. എനിക്ക് കരിയർ മാറിയത് ആ ഒരു പോയിന്റിലല്ല എനിക്ക് മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡിഡ് സെൽ ദിസ് ടു സോണി ലിവ് ആൻഡ് ഐ ഓൾസോ ഗോട്ട് വൺ ഓൾ ദ മേജർ അവാർഡ്സ് ദാറ്റ് ഇയർ. അപ്പം അത് കാരണം ഇത് വന്നു, കൾച്ചറൽ ക്യാപിറ്റൽ വന്നു. കൾച്ചറൽ ക്യാപിറ്റൽ വരുമ്പോഴത്തേക്കും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി കൾച്ചറൽ ഇത് വരും. അപ്പം എനിക്ക് 5000 രൂപ കടം തരുന്ന ആൾക്കാർക്ക് പ്രശ്നമായിരുന്നു. പക്ഷെ അവാർഡ് കിട്ടിയ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. പക്ഷേ ആൾക്കാർ 5000 രൂപ 50,000 രൂപ 5 ലക്ഷം രൂപ ഇപ്പം 5 കോടിയായി ലൈക്ക് കടം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തരാം. അപ്പോൾ ഈ കൾച്ചറൽ ക്യാപിറ്റലിൽ നമുക്ക് അവാർഡ്സും ഈ സിനിമയുടെ റെക്കഗ്നീഷനും ഇപ്പോൾ ഈ പൈസ തരുന്ന ആൾക്കാരെല്ലാം സിനിമ കാണണമെന്നില്ല. പക്ഷേ കൾച്ചറൽ ക്യാപിറ്റൽ വന്നു. കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ കൂടെ തന്നെ ബിസിനസ് വയബിലിറ്റി വന്നു. ക്യാപിറ്റലിസത്തിൽ ഇവന് പൈസ ചിലവാക്കി കഴിഞ്ഞാൽ അവൻ പൈസ തിരിച്ചുകൊണ്ട് വരും എന്നുള്ള ഇത് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് മാറിയിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ഹൗ ആവാസവ്യൂഹം കോൺട്രിബ്യൂട്ടഡ് to this, and I followed it up with പുരുഷപ്രേതം. എന്ന് വെച്ചാൽ ആവാസവ്യൂഹം ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ എന്നിലെ ബിസിനസ്മാൻ ഉണർന്നു. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു വിത്തിൻ 6 months I have to get another material out completely different from ആവാസവ്യൂഹം, ബട്ട് അതിൻ്റെ സോൾ സ്റ്റോറി ടെല്ലിങ്ങിലുണ്ട്. പക്ഷേ പുരുഷപ്രേതം എനിക്ക് വിത്തിൻ 6 months എനിക്ക് ആവാസവ്യൂഹം ഓഗസ്റ്റിൽ ഇറങ്ങി, പുരുഷപ്രേതം ഫെബ്രുവരിയിൽ ഇറങ്ങി. ഇപ്പോൾ അങ്ങനെ ഇറക്കാൻ പറ്റി. ഞാനത് കുറേ എഫേർട്ട് എടുത്തു പുരുഷപ്രേതം ബാക്ക് ചെയ്യാൻ ഇതിൻ്റെ കൂടെ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ വന്നു, അത് ഡിഫറെൻ്റ് ആണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞപ്പം നോ ലുക്ക് അറ്റ് ദിസ് ഓൾസോ. അപ്പം പുരുഷപ്രേതത്തിന് കുറച്ചുകൂടെ വൈഡർ ഓഡിയൻസ് വന്നു ബിക്കോസ് ഓഫ് സാറ്റലൈറ്റ് ആൻഡ് ഓൾസോ ആക്സസിബിൾ ബിക്കോസ് ഓഫ് സം ഫെമിലിയർ ഫേസസ്, ബിക്കോസ് ഓഫ് പ്രശാന്ത് അലക്സാണ്ടർ, ജഗദീഷ് ചേട്ടൻ, ദർശന. അപ്പോൾ ഈ ഫെമിലിയർ ഫേസസ് വരുമ്പോഴത്തേക്കും അതാണ് നമ്മൾ ഏറ്റവും ഫെമിലിയർ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മെറ്റീരിയലിനെക്കാട്ടും കൂടുതൽ ആൾക്കാർക്ക് ആക്സസിബിലിറ്റിയും കൂടും. അപ്പോൾ ആക്സസിബിലിറ്റി വന്നതാണ്. അങ്ങനെയാണ് കരിയർ മാറിയെന്ന് വിചാരിക്കും. ബട്ട് ഐ ഹാവ് ഓൾസോ സോൾഡ് മൈ ഫസ്റ്റ് സീരീസ് ടു ZEE5 in 2018. അപ്പം എനിക്ക് മണി വൈസ് ZEE5 ഒക്കെ ഞാൻ ബിസിനസ് ഇതിന് മുമ്പ് ആവാസവ്യൂഹത്തിന് മുമ്പേ വൃത്താകൃതിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആവാസവ്യൂഹം എനിക്ക് കുറേ ക്യാപിറ്റൽ തന്നു, കൾച്ചറിലും നെറ്റ്വർക്ക് ക്യാപിറ്റലും ഒക്കെ തന്നു. കൃഷ്ണന്റെ പേര് ഭയങ്കര പെക്യുലർ ആണ്, അതേപോലെ തന്നെയാണ് സിനിമകളുടെ പേരും. ഈ രണ്ടിന്റെയും കഥകളൊന്ന് പറയാം. ഈ പേര്, സ്വന്തം പേരിന്റെയും സിനിമയുടെ പേരിന്റെയും. സ്വന്തം പേര് എനിക്ക് തോന്നുന്നു അമ്മൂമ്മ കൃഷ്ണാനന്ദ് എന്നും കണ്ടാണ് കേട്ടത്. എന്നിട്ട് അമ്മൂമ്മ കല്ലറയിൽ നിന്ന് ട്രാവൽ ചെയ്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയപ്പം ഇങ്ങനെ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീരിയസ്ലി അല്ലേ, അമ്മൂമ്മയാണ് കൃഷ്ണാനന്ദിൻ്റെ പേരിട്ട്. അപ്പോൾ ഇതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വേറൊന്ന് HAND ഒക്കെ ഇട്ടു. അപ്പോൾ കൊച്ചിലേന്ന് എനിക്കിത് എല്ലാവരും തെറ്റിച്ചേ പറയത്തുള്ളൂ. അപ്പോൾ എനിക്കത് വിയേർഡായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ക്ലാസ്സിൽ ഒരാളെ ഉള്ളൂ. അരുണൊക്കെ 15 പേരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അരുൺ കൂട്ടുകാരൻ്റെ അടുത്ത് എത്താൻ വേണ്ടി പഴയ നമ്മൾ വെറുത്ത അരുണിനെ കടന്നു വരണം. അല്ല, അരുണ് അനൂപ്. അപ്പം നമുക്ക് കൃഷ്ണാനന്ദ് കുറച്ചേ ഉള്ളൂ, ലൈക്ക് കുഴപ്പമില്ല. അപ്പം ദാറ്റ്സ് ഐ തിങ്ക് അമ്മൂമ്മ പുട്ട് ദാറ്റ് നെയിം ആൻഡ് പിന്നെ അത് അങ്ങനെയായി. വിത്ത് കൃഷാന്ത് ഫിലിംസ് ഐ തോട്ട് ലൈക്ക് അമിതാഭ് ബച്ചൻ അയാളുടെ ഫിലിം കമ്പനി തുടങ്ങിയ സമയത്ത് ദാറ്റ് ഡി നോട്ട് വർക്ക് ഔട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എപ്പോഴും എൻ്റെ പേര് തന്നെ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങണം. കൃഷാന്ത് ഹോട്ടലോ, കൃഷാന്ത് ഫ്രൈഡ് ചിക്കനോ, ലൈക്ക് വിത്ത് അവർ നെയിമേ. അപ്പോൾ അങ്ങനെ
ആയിരുന്നു. പിന്നെ അനുരാഗ് കശ്യപ് ഫിലിം കമ്പനി തുടങ്ങിയപ്പോഴത്തേക്കും അയാളുടെ പേര് തന്നെ യൂസ് ചെയ്തു. പുരുഷപ്രേതത്തിന്റെ ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞിരുന്ന സമയത്ത് ആവാസവ്യൂഹത്തിന്റെ ഒരു സീക്വല് അനൗൺസ് ചെയ്തിരുന്നു. യെസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പം അത് ചെയ്യുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫിലിം ഇസ് സോ ഗുഡ് എന്ന് കുറേ ഫിലിം മേക്കേഴ്സ് പോയി സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് ഫസ്റ്റ് പാർട്ടിനെ തന്നെ ആൾക്കാർ തെറി വിളിക്കും. അപ്പോൾ പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് ഇച്ചിരി ഒരു അത് സ്ക്രിപ്റ്റും ഉണ്ട്, ഞാൻ കുറേ സ്റ്റോറി ബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എം പിക്കിംഗ് ഐഡിയാസ് ഫ്രം ദാറ്റ് വിത്ത് എവറി അതർ മെറ്റീരിയൽ. അതിൽ നിന്ന് കുറേ ഐഡിയാസ് വേറെ മെറ്റീരിയലിട്ടൊക്കെ എടുക്കുന്നു. പക്ഷേ നമുക്ക് ഭയങ്കര ഏർജ് വരികയാണെങ്കിൽ സംഘർഷണ്ണയ്ക്ക് സീക്വൽ എഴുതിയിട്ടുണ്ട്. അല്ല പക്ഷേ ഞാൻ എഴുതുമ്പോഴത്തേക്കും അങ്ങനെ എഴുതുക, സീരീസിനൊക്കെ ഉണ്ട്. അപ്പം പക്ഷേ അവസാനം ഞാൻ നോക്കുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ലവ് ദാറ്റ് ഫിലിം ആൻഡ് ഐ എം സ്കാഡ് നൗ ദറ്റ്. പിന്നെ ആ ഫിലിമിൻ്റെ മെറ്റീരിയൽ പോപ്പുലർ കൾച്ചറിൽ കയറി. സോ യു സ്റ്റാർട്ട് സീയിങ് ദറ്റ് a lot of films use similar fonts and similar way of titles and everything. They use the same BPMs, narrative arcs and അതിൻ്റെ പല സാധനങ്ങൾ നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റുന്നുണ്ട്. കാണാതെ ഇത് കൾച്ചറിലോട്ട് കയറും. അപ്പം ഞാൻ ഇത് എൻ്റെ നിന്ന് എടുക്കുന്നു ഒരു സാധനമല്ല, ഞാൻ ഇതേപോലെ 500 സാധനങ്ങളിൽ നിന്ന് ഞാൻ എടുത്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കൾച്ചറിലോട്ട് നൗ യു ആർ ഗോയിങ് ടു മേക്ക് ദ ഫോർമാറ്റ് അഗെയിൻ ആഫ്റ്റർ 6 years. അപ്പോൾ അത് വർക്ക് ചെയ്തത് ഫോർമാറ്റ് ഹാസ് ടു ബി റീഡിസ്കവേർഡ്. ഇപ്പം 28 days ലേറ്ററും 20 years ലേറ്ററും ആകുമ്പോഴത്തേക്ക് ഈ ഫോർമാറ്റ് മാറുന്നത് അവർ ചെയ്യുന്ന പോലെ നമ്മൾ ആ ഫോർമാറ്റിൽ അതിൻ്റെ ഒരു നോവൽറ്റി കൊണ്ടുവന്നത്. ട്രെയിൻ സ്പോട്ടിംഗ് 2, ഡു യു വാച്ച് ട്രെയിൻ സ്പോട്ടിംഗ് 2 is absolutely brilliant as the first one. എന്ന് വെച്ചാൽ സ്റ്റോറി വൈസ് കോയിൻസിഡൻസ് ഒക്കെ ഉണ്ട്, ആ ക്യാരക്ടേഴ്സിന് തിരിച്ചു കൊണ്ടുവന്നൊരു. പക്ഷേ they rediscover the material in the second part as well. അപ്പം അത്രയും എന്ന് വെച്ചാൽ അതിനൊരു ഒരു ഐക്യമൊക്കെ വേണ്ടേ, അതുണ്ടോയെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പേടിച്ചിട്ട് 2 സ്റ്റെപ്പ് അങ്ങനെ. ഓൾസോ ആവാസവ്യൂഹം ആക്ച്വലി NS മാധവനെ പോലുള്ള ഒരാള് പറഞ്ഞ once in 10 years comes a film that pushes the boundaries of film making എന്നാണ് പറഞ്ഞത്. And in 2012 it was Ship of Theseus and 2022 it was ആവാസവ്യൂഹം. അതെ. ആൻഡ് NS മാധവൻ്റെ ഹിഗ്വേറ്റയുടെ അകത്തൊരു കഥ ഞാൻ അഡാപ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ കുറേ കാലമായിട്ട് വിചാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്താണ് പുള്ളി ഇത് പറയുന്നത്. ഓ മാൻ. ആൻഡ് ദെൻ ഐ ഡോണ്ട് നോ ഹൗ ടു റിയാക്ട്. കാരണം ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ലൈക്ക് എന്തോ യു വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് വേവ് ആൻഡ് ദ പെർഫെക്റ്റ് ജോബ് ആൻഡ് വെൻ ഇറ്റ് സ്ട്രൈക്സ് യു കുഴപ്പമില്ല എന്നൊരു ഫീലിംഗ് ഒരു ദിവസത്തേക്ക് വരും കേട്ടോ. ഇപ്പോൾ ആവാസവ്യൂഹത്തിന്റെ ആ ഒരു ഇമ്മീഡിയറ്റ്ലി വാണ്ടഡ് ക്യാഷ് ഇൻ ഓൺ ആവാസവ്യൂഹം ആൻഡ് പെട്ടെന്ന് തന്നെ പുരുഷപ്രേതം ചെയ്യാനുള്ള തീരുമാനം എടുത്തില്ല. സോ വൈ ഡിഡ് യു ചൂസ് പുരുഷപ്രേതം? കാരണം അത് ഫാർ മോർ ആക്സസിബിൾ ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ടാണോ? ലൈക്ക് do you already have ideas laid out and അതിൽ നിന്ന് പറഞ്ഞാൽ എടുക്കുമായിരുന്നോ? അല്ല, പുരുഷപ്രേതം we were trying പുരുഷപ്രേതം since 2018. ആവാസവ്യൂഹം came in between. അങ്ങനെയാണ് നമ്മൾ സീരീസ് അതിന് മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പം സീരീസിൽ ഇപ്പം ആവാസവ്യൂഹത്തിൽ യു സീ ദാറ്റ് ദ brother gets killed and the younger brother takes revenge. That is there in series also. The brother gets killed and the younger brother takes revenge. പക്ഷേ that idea is taken from the series. ഞാൻ വിചാരിച്ചു സീരീസ് നടക്കത്തില്ല. അപ്പോൾ ഈ ഐഡിയാസ് എല്ലാം നമ്മൾ നടക്കാത്ത പരിപാടികൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വൻ സാധനം വരുമ്പോഴത്തേക്കും അടിക്കുക എന്നുള്ള കോൺസെപ്റ്റ് മാറി. ലൈക്ക് ഐ യൂസ് ഇറ്റ് ബിക്കോസ് വി ഓൾ ഡൈ ആൻഡ് കോവിഡ് വന്നു, ആൾക്കാരൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മരിച്ചു തുടങ്ങി. ദ പെർഫെക്റ്റ് ഫിലിം ക്യാൻ നെവർ ബി മെയ്ഡ് ബിക്കോസ് വി മൈറ്റ് എൻഡ് അപ്പ് നോട്ട് ബീയിങ് ദെയർ ഫോർ ദറ്റ് ഫിലിം. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഐഡിയാസൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കും, എന്നിട്ട് വേറെ സാധനം എടുക്കും. അപ്പോൾ അത് ഓണായി. ഇപ്പോൾ പുതിയൊരു ഐഡിയ അവിടെ കൊണ്ടുവരണം. നോ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഇത് നമ്മൾ കുറച്ച് റിവ്യൂവേഴ്സിൻ്റെയും കുറച്ച് സ്ട്രോങ് ആയിട്ട് ടെക്സ്റ്റ് പറയുന്ന ആൾക്കാരുടെയും ഒക്കെ അവരുടെ ഒപ്പീനിയൻസ് മാത്രമല്ലാതെ അത് കുഴപ്പമില്ല, ഇത് രണ്ടും അതാണ്. പക്ഷേ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഡിഫറെൻ്റ് എന്നുള്ളൊരു തോട്ടിൽ പോകും. കാരണം ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന മുറിയിൽ ആരും റിവ്യൂ എഴുതുന്ന ആൾക്കാരില്ല. ഞാൻ മെനങ്ങാന്ന് രാത്രി ഹാങ് ഔട്ട് ചെയ്ത് ആരും റിവ്യൂ എഴുതത്തില്ല. ലൈക്ക് എന്ന് വെച്ചാൽ ഇവരെല്ലാവരും സിനിമ വാച്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ റിവ്യൂ എഴുതുന്ന ആൾക്കാരുടെ റിവ്യൂ മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പാനിക്കാണ്. അതപ്പോൾ അതും വിട്ടിട്ട് ഞാൻ അങ്ങനെ എല്ലാ ക്യാൻ കീപ് റിപ്പീറ്റിംഗ് ഐഡിയാസ്. ബട്ട് നൗ ഐ ആം സ്റ്റക്ക് വിത്ത് 2 films വിച്ച് ഹാവ് സിമിലർ ഐഡിയാസ്. ഇത് എൻ്റെ ജോലിയല്ല, ഇത് സിമിലർ അല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇത് ഡിസ്കവർ ചെയ്ത പോലെ കുറേ പേര് എഴുതും. പക്ഷേ ഇത് നൗ ഐ വിൽ മേക്ക് ഇറ്റ് ഡിഫറെൻറ്റ്. അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം പുരുഷപ്രേതം വാസ് ഓൾറെഡി ആൻ ഐഡിയ. ലൈക്ക് വി വർ മേക്കിംഗ് ഇറ്റ്, ബട്ട് അജിത്ത് വാസ് സപ്പോസ് ടു ഡയറക്ട് ഇറ്റ്, മൈ റൈറ്റർ വാസ് സപ്പോസ് ടു ഡയറക്ട് ഇറ്റ്. And then he said, can you direct it? And I made it into a fun film. അജിത്തിൻ്റെ കുറച്ചുകൂടെ സീരിയസ് ആണ്. ഈ ഡാർക്ക് ഹ്യൂമർ പരിപാടിയുണ്ട്, പക്ഷേ ഇറ്റ്സ് എ ഡാർക്ക് ഹ്യൂമർ ലൈക്ക്
ഇത് ഒരു 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 ഹോളിവുഡ് ഡാർക്ക് ഹ്യൂമർ പടമോ അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ ഡാർക്ക് ഹ്യൂമർ പടമൊക്കെ പോലെ ഉള്ളൊരു പരിപാടി. ഞാൻ അതിനെ കുറച്ചുകൂടെ മലയാളി ഡാർക്ക് ഹ്യൂമറിൽ ഒരു ഹീറോ വർഷിപ്പിങ്ങിനെയൊക്കെ വെച്ചിട്ടൊക്കെ ഒരു സംഭവം. അജിത്ത് വാസ് ഓൾസോ ദെയർ ഇൻ ദാറ്റ് പ്രോസസ്. അയാളുടെ ബ്രെയിനാണ്. പക്ഷേ ഞാനത് കോമഡിയാക്കി, ഭയങ്കര കോമഡിയാക്കി, സില്ലിയാക്കി. അപ്പോൾ അത് കാരണം പുരുഷപ്രയത്തിന് ആക്സസിബിലിറ്റി കൂടി. പ്രശാന്തിന്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ ഒരു മരണം ഒരു കോൺസ്റ്റന്റ് തീമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട്, എന്തെങ്കിലും കാരണം ഉണ്ടോ? ഇല്ല, എനിക്ക് ഒരു ട്രിലജി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മരണം ട്രിലജി ഉണ്ട് കോൺസെപ്ച്വലി. വൃത്താകൃതിയിലുള്ള ചതുരം, പുരുഷപ്രേതം ആൻഡ് വൺ മോർ. അതൊരു അബൌട്ട് ബോഡീസ് ആൻഡ് ഡെഡ് ബോഡീസ് ഒക്കെയാണ്. അപ്പോൾ ഡെത്തും അതിൻ്റെ റിച്വൽസും അതിൻ്റെ ഒരു ലോസും അതിൻ്റെ ഗ്രീവൻസും അതിൻ്റെ ഗ്രീഫുമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതും നമ്മുടെ ഫാമിലീസിലും അത് പ്രോസസ്സ് ഇസ് സോ അത് ഭയങ്കര വലിയൊരു പ്രോസസ്സാണ്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ന്യൂറോ കെമിസ്ട്രി മാറുന്നത്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മാറുന്നതൊക്കെ ഡെത്തിനായിട്ട് അനുബന്ധിച്ച്. ആൻഡ് അറ്റ് ദ സെയിം ടൈം the way death is taken in a societal hierarchical way, the way death is a part in capitalism. നമുക്ക് ക്രിമേറ്റ് ചെയ്യണമെങ്കിലുള്ള പൈസ, പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിലുള്ള അപ്പോൾ ഇത് എല്ലാം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഡെത്ത് ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് ഒരുപാട് ഫിലിം മേക്കേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡോൺ പാൽത്തറ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ലിജോ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം വിപിൻ ദാസ് പ്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടേഴ്സ് നെയിം ഇസ് ഓൾസോ വിപിൻ തന്നെ. അപ്പോൾ ആ വ്യസന സമയത്തിൽ ഡെത്ത്. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നതിൻ്റെ ചുറ്റിപ്പറ്റി കുറേ ഡാർക്ക് ഹ്യൂമർ ഈസിലി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഡെത്തിൻ്റെ ഇത് എക്സ്പ്ലോർ ചെയ്തത്. ആൻഡ് ഐ വാസ് ഓൾസോ ഗോയിങ് ത്രൂ ദ ലോസ് ഓഫ് സംബഡി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓൾ ഓഫ് us. ആൻഡ് അപ്പോൾ അതിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഉള്ളത് നോക്കി. പുരുഷപ്രായത്തിലെത്തിയപ്പോഴത്തേക്ക് അജിത്ത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഈ ബോഡിയില്ലേ, അപ്പം ഡെത്ത് മാത്രമല്ല, ഇന്ന് ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ മോർഫോളജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അനറ്റോമിക്കൽ ചേഞ്ചസുകളും ഡീഗ്രഡേഷനും, ഈ മനുഷ്യൻ തവളയാവുന്നതും കയ്യിൽ നിന്ന് പൂ വരുന്നതും ഇങ്ങനത്തെ ആർട്ട് അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര മാജിക്കൽ റിയലിസത്തിൻ്റെ തുടക്കമൊക്കെ. അപ്പോൾ അത് ഡെത്തിൻ്റെയൊക്കെ ഒരു ഇൻ്റർഫേസിൽ വരും. അങ്ങനെയൊക്കെ ആയിരിക്കും.